ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ചൂട് ചായ. നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗറിലേക്ക് പോകാൻ വെറും 140 കിലോമീറ്റർ പിന്നിലാണ്. ഇതൊരു റബാൻ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ചൂട് ചായ. മഴ ചാറി തുടങ്ങുന്നുണ്ട്. എൻ്റെ പൊന്നെ, വീണ്ടും മഴയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നല്ല ചൂട് ചായ. വായെന്നൊക്കെ പുക പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പുക പോയി തുടങ്ങിയിട്ട് നമ്മളിവിടെയാണ് താമസിച്ചത്. ഫുള്ള് സെറ്റായിട്ടുണ്ട്. പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയൊക്കെ സൈക്കിളിൽ ഒഴിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഫുള്ള്. എന്നിട്ട് നമ്മളിവിടുന്ന് 140 കിലോമീറ്ററാണ് ഇനിയുള്ളത് നമ്മുടെ താമസ സ്ഥലത്തേക്ക്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ശ്രീനഗറിലുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. സോ സ്റ്റേ ട്യൂൺഡ്. പയ്യെ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. അവിടെ നിന്ന് ചൂട് ചായയും കുടിച്ചിട്ട് തീരെ തിരക്കില്ല കേട്ടോ. ആരും ഇല്ല അങ്ങനെ റോട്ടിലൊന്നേ. ടൂറിസ്റ്റുകളായാലും ഇപ്പോൾ നോമ്പിൻ്റെ സീസൺ ആയതുകൊണ്ടും പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ല കേട്ടോ. സോ चाय उड़ते भैया हाय बोलो मेरा यूट्यूब है व्लॉग व्लॉग यूट्यूब है यार. यस हाय. आप कहाँ जा रहे हो भाई? श्रीनगर. നമുക്ക് പയ്യെ പോവാട്ടാ ചായ കുടിച്ചിട്ട്. ഏതാണ്ട് ഡീസൽ വണ്ടി ആണിപ്പോൾ എൻജിൻ ഫിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. വായന്ന് അതുപോലെ പുക പോണേ. അതുപോലെ പുക പോണേട്ടാ. ചില സമയത്തൊക്കെ ഒരു പട്ടാളക്കാരനെ കണ്ടു. ഇത് ഉണ്ട്, ഒരു ടണലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ടണൽ കഴിഞ്ഞാൽ ഫുള്ള് ഇതാണെന്നാ പറഞ്ഞേ, സ്ലോപ്പാന്നാ പറഞ്ഞേ. സ്ലോപ്പല്ല, പ്ലെയിൻ റോഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് റിസ്ക്കാണ് ഈ വഴി. സോ ഇതാണ് കാശ്മീരിലെ ഉള്ള വഴി കേട്ടോ. സോ നമുക്ക് അങ്ങോട്ടാണ് പോണേ. ലാസ്റ്റത്തെ ഒരു ടണലുണ്ട്. ആ ടണൽ കഴിഞ്ഞാൽ പ്ലെയിൻ റോഡാണ്. മഴ ഫുള്ള് ഇതാണ് കേട്ടോ. ചാറി നിൽക്കുക. സൈക്കിളിൽ നിർത്തി ചെയ്യേണ്ട ഇതൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ചാറ്റിൽ കുറേ നേരം കൊണ്ടു കഴിഞ്ഞാൽ ഫുള്ള് നനയും. ബാക്കിലത്തെ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇല്ലേ, അതൊക്കെ നനയും കേട്ടോ. ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നുണ്ട്. അതാണ് ഈ വായിന്ന് പുക വരണം കേട്ടോ. ഇതവിടെ ഒരു അമ്പലമുണ്ട്. ഇഷ്ടംപോലെ കടകളും ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. ആ ഒരു വണ്ടി വരുന്നത് കണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ റാടിച്ച് പോന്നു കേട്ടോ. കൊള്ളാം. ഒരു അഡ്വഞ്ചർ ലൈഫ്. നല്ല രസമല്ലേ. തട്ടായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പുക പാടുന്നല്ല, ബോഡി ഭയങ്കര ഹീറ്റായിട്ടേ. ഗൈസ് ഇതാണ് പ്രശ്നം കേട്ടോ. മഴ കയറി നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല മഴ വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാവും. ബോഡി നല്ല ചൂടായിരിക്കണേ. തണവ് അത്ര എഫക്റ്റ് ആവണില്ല കേട്ടാ. സോ മഴ മാറണം. മഴയുടെ കട്ടി കൂടി. തീരെ വണ്ടികളില്ല റോട്ടിൽ. നോക്കിയേ, തീരെ വണ്ടികളില്ല കേട്ടാ. വണ്ടികളേ ഇല്ല തീരെ. വല്ലാണ്ട് മഴ പെയ്യ കഴിഞ്ഞാൽ പണി പാളും. അടിപൊളി, കൊള്ളാം. ഈ മഴയോടുകൂടി നിൽക്കും തോന്നണു. നോക്കിയോക്കാം. ക്ലൈമറ്റ് മാറിയത് കണ്ടോ. ഫുള്ള് കോടേ, തീരെ വിസിബിലിറ്റി ഇല്ല. ഓ തീരെ വിസിബിലിറ്റി ഇല്ല കേട്ടോ. അടിപൊളി. എന്ത് ചെയ്യും മല്ലയ്യ, എൻ്റെ മേത്തുനിന്നാണ് ഇത്ര പുക പോണേ.
സോ നോക്കി താഴേക്ക് നോക്കി, താഴെ ഒന്നും കാണാനില്ല കേട്ടോ. അടിപൊളി. എന്ത് ചെയ്യും, 130 കിലോമീറ്റർ ഉണ്ട്. ആ ടണലെത്തിയാൽ മതി കേട്ടോ. 19 കിലോമീറ്ററിന് താഴെയുള്ളൂ എന്നാ പറഞ്ഞേ. ഞാൻ ഒരു ആർമിക്കാരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ നോക്കാം. ഇവിടെ ഈ സൈൻ വെച്ചിട്ടുണ്ട്. പാറ പൊട്ടി വീണതാട്ടോ ഇപ്പം തന്നെ. ഇവിടെ മോട്ടർ വെച്ചിട്ടല്ല ഓടിക്കണേ. അപ്പോൾ പുറകിലൊന്ന് ഹോൺ അടിക്കുമ്പോഴേക്കും മാറാൻ അവിടെ ഫുള്ള്. ഇതുമാർക്ക് സാമാന്യ ബോധമില്ല, സൈക്കിളാണ് ചവിട്ടി പോണേന്ന്. അങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും കേട്ടോ. സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. എനിക്ക് ഇതാണ് സൈഡ് വരണ്ടേ. ഇവിടെ ഞാൻ എവിടെ സൈഡ് കൊടുക്കാനാ? ഇവിടെ ഞാൻ എവിടെ സൈഡ് കൊടുക്കാനാ? സൈഡ് കൊടുക്കാനൊരു പരിധിയില്ലേ. ഇതിൻ്റെ മേലേക്ക് എത്തണം. അടിപൊളി, നല്ല വ്യൂ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. കേട്ടോ, പട്ടാളക്കാർ ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ കുറച്ച് കിലോമീറ്റർ സൂക്ഷിക്കണം. ഇത് സ്ഥലം കേട്ടോ. ഉരുള് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതുതന്നെ ആയിരിക്കുള്ളൂ. കാരണം അതുപോലെ നിൽക്കണേ, ഇടയ്ക്ക് കല്ലുകളും വീഴുന്നുണ്ട്. ഇതിനെക്കാട്ടും ത്രില്ലടിപ്പിക്കുന്ന വേറെ എന്തുകൊണ്ട്? അടിപൊളി. നോക്കിയേ, കണ്ണെത്താ ദൂരത്ത് സോ ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. ഇവിടെ കല്ലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ടണലെത്ത് എത്താറായിട്ടില്ല. ഓ, വണ്ടികൾ കൂടി വരുന്നുണ്ട്. ക്ലൈംബ് കഴിഞ്ഞു എന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ആ കണ്ണെത്താ ദൂരത്ത് വണ്ടികൾ പോണത് കാണണം. ഫുള്ള് സ്ലോപ്പാണ്. നോക്കിയാൽ ഇവിടുന്ന് വളഞ്ഞിട്ട് കേട്ടോ. സോ ഇനി ഫുള്ള് ഇറങ്ങി പോവാ. സ്ലോപ്പാണെന്ന് തോന്നണം കേട്ടോ, സ്ലോപ്പാണെന്നാ തോന്നണം. അപ്പോൾ ഇനി അങ്ങോട്ട് സമാധാനമായിട്ട് ഇറങ്ങി പോവാൻ കഴിയും. ഓ, കുറേ നേരം ക്ലൈംബ് കയറുകയാണെങ്കിൽ ഒരു സമാധാനമായിട്ടാ. സെറ്റ്. മോനെ പാൻറ് ലോറി വളവില ഓവർടേക്കണേ. അവിടുന്ന് കുറേ ലോറികൾ വരാനുണ്ട്. എനിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. കാരണം ഇങ്ങനെ റാ പോലെ കിടക്കണേ. ഞാൻ വലിയ ഓവർ സ്പീഡ് എടുത്ത് പോകണില്ല കേട്ടോ. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ പെപ്പര. വാ, ഇനി ഫുള്ള് അങ്ങോട്ട് ഇറക്കാട്ടോ. എൻ്റെ അമ്മയെ കൈ മരയിക്കണ്. നൂഡിൽസ് കിട്ടുന്നൂടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാട്ടോ. ഞാൻ 50 കിലോമീറ്ററിനും കവർ ചെയ്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. ഓ, ഇതടിക്കണ്. തണവടിക്കുമ്പോഴേ ക്ലൈംബ് കയറുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇറങ്ങിറങ്ങുമ്പോൾ തണവ് നല്ലോണം അടിക്കൂട്ടാ. എൻ്റെ മോനെ, വരുന്ന വണ്ടികൾ ഫുള്ള് എനിക്കറിയാം. സോ അതുകൊണ്ട് കുറച്ചുകൂടി ബ്ലൈൻഡ് സ്പോട്ടാ. ഗൈസ്, ആർമിയുടെ ചെക്കിങ് ഉണ്ട് കേട്ടോ. ആർമിയുടെ ചെക്കിങ് ഉണ്ട്. എവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കുക?
हाँ ओके आलू पराठा मिला इतना एक आलू पराठा एक चार सो സെറ്റ് ഒരു ചായ രണ്ട് ചായ ആലു പറാട്ട അച്ചാറിൽ നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പയ്യെ വേഗം നീങ്ങാം കേട്ടോ. സോ നമുക്ക് പയ്യെ പോവാട്ടോ. നേരത്തെ പറഞ്ഞത് ഈ ഹൈവേ നെസ്റ്റ് മിനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവങ്ങൾ കാണാം. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചു, തണവ് കൂടി കേട്ടോ. ഫുഡ് കഴിച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണവായിരിക്കും. ടീക്കേ ओके बाय जाओ करो സോ അവരെല്ലാവരും വർത്താനം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും സലാം വെച്ച ഞാൻ. സോ ക്ലൈമറ്റ് ഇനി ബോഡി എൻജിൻ ഓൺ ചെയ്ത് ചൂടാക്കണം കേട്ടോ, എന്നാലേ ബോഡിയിൽ തണുപ്പ് മാറുള്ളൂ. ഇപ്പോൾ തണുപ്പ് ഭയങ്കര തണുപ്പായി തുടങ്ങി. ഉള്ളിലേക്ക് അടിച്ചു തുടങ്ങി. ഞാൻ തെർമൽ ഇട്ടിട്ടുണ്ട്, 2 പാഡ് ഇട്ടിട്ടുണ്ട്, 2 പാഡ് ഷോർട്ട്സ്, 2 സോക്സ്, കാലും വിടുന്ന സോക്സ്, 2 ഷോർട്ട്സ്, പാഡഡ് ജീൻസ് എല്ലാം വലിച്ചു കയറ്റിയിട്ടുണ്ട് കേട്ടോ. 3 ലെയർ. ഗൈസ് ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് തോന്നണില്ല 140 കിലോമീറ്റർ പോയിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇതേ വീണ്ടും നല്ലൊരു മഴ പെയ്തു. ഞാൻ ഒരു ബങ്കറിൻ്റെ ഉള്ളിലാണ്. ബങ്കറിന് എങ്ങനെ പറയാ, ചെറിയൊരു സാപ്പറ്റ് സെറ്റപ്പ് കൃത്യസമയത്ത് കിട്ടിയിട്ടാ, അല്ലെങ്കിൽ പണിയായനെ. എന്തെങ്കിലും ചെയ്യാം, നോക്കാം. നമുക്ക് പയ്യെ നീങ്ങാൻ ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. ഇന്നെന്തായാലും എത്തണോടത്തോളം എത്തട്ടെ കേട്ടോ. നോക്കാം. ഇവിടെ വരെ എന്താ എത്തിയില്ലേ. മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അടുത്താന്നാ പറഞ്ഞേ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡും പ്ലെയിനാണെന്ന് പറഞ്ഞ് ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഈ സൈഡിലൊക്കെ നോക്കി ഫുള്ള് മലയുടെ മേലൊക്കെ വീട്. ഗൈസ് നമ്മൾ ആദ്യത്തെയാണ് അവസാനത്തെയാണെന്ന് അറിയില്ല. ടണൽ കയറാൻ പോകണം കേട്ടോ. സോ നേരെ ടണൽ കയറാം കേട്ടോ. അപ്പോൾ ഈ തളാനൊരു കുറവുണ്ടാവും. കേരള साइकिल पे क्या കേരളാടാ. മോനെ AK-47 വെച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടാ. കുറേ ആയിട്ടാണല്ലേ, ഇന്നലെ തൊട്ട് തുടങ്ങിയതാട്ടാണല്ലേ. ഇതെന്തിനാണോ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണേ?
എല്ലവിടാന്ന് പ്രതീക്ഷിക്കണു കേട്ടോ. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കണം. യെസ്, ഇവിടെ കുറച്ചുകൂടി തണവാട്ടോ. തണവല്ല, ഒരു ഇതുണ്ട്. ചെറിയ ടണല. എനിക്ക് അവിടെ ഓപ്പണിങ് കാണാട്ടോ. ചെറിയൊരു ടണലാട്ടോ. ദൈവേ, അങ്ങോട്ടാണോ? ആ, അടുത്ത ടണലെത്തി. എൻ്റെ അമ്മേ, വലിയ കയറ്റാണല്ലോ. സ്ട്രെയിൻ ചെയ്യണോ? തള്ളി കയറ്റിയാൽ മതിയോ? ചവിട്ടി കയറ്റാം, അതല്ലേ നല്ലത്. യെസ്, ഓ ഇത്രയും വലിയ കയറ്റം. ഒരു ടണൽ കഴിഞ്ഞ് അടുത്ത ടണലിലേക്ക് കേട്ടോ. ഓ, ഇത് ചെറിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. അടുത്ത ടണല്, രണ്ടാമത്തെ ടണല്. അങ്ങനെ ഓരോരോ ടണലും കഴിഞ്ഞു. അവിടെ ടണല് പാലം പണിയണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഹോണടി തുടങ്ങും കേട്ടോ. അമ്മോ, നോക്കിയേ, ഈ മലയുടെ ഉള്ളിൽ കൂടെ നമ്മൾ വന്നേ. ഇനി ഈ മലയുടെ താഴ്വാരത്തിൽ കൂടെ പോകണം. അടുത്ത ടാസ്ക്. पानी मिलेगा? पानी? हाँ, पानी पिलाएंगे हम मेरे भाई। ये लो, कितने दिन हो गए केरला से आए हो? 3 महीना। 3 महीना हो गया? हाँ। हाँ जी चाचा। रामसू वो विलेज ना गेट बंद है। रामसू ना नटा रामसू RAMSOO സോ ചൂടാക്കട്ടെ. വണ്ടികളും ഇതുകളും പോകണ്ട കേട്ടോ. മഴ കാരണം വീണ്ടും കയറിന്നു മോനെ. അടിപൊളി. ഫുള്ള് ഇതാന്ന് കൊണ്ട് കേട്ടോ. ഡ്രിങ്കിങ് വാട്ടർ. മഴ കുറയട്ടെ, മഴ കുറഞ്ഞിട്ട് പോവാം. ഒരു രക്ഷയില്ലാട്ടാ.
കൈ മരവിച്ച് പോകുന്നുണ്ട്, ആകെ നനഞ്ഞ് പിണ്ടിയായി. അതാണ് പ്രശ്നം. രണ്ട് ഇതുകളാണുള്ളത്, വെല്ലുവിളികളാണ് നമുക്കുള്ളത്. ഇവിടുന്ന് കൃത്യം 109 കിലോമീറ്റർ ഉണ്ട്. ഇനി അങ്ങോട്ട് ക്ലൈംബില്ല, ലാസ്റ്റത്തെ ഒരു 100 കിലോമീറ്റർ. പക്ഷേ മഴയുണ്ട്. മഴയുള്ള കാരണം നമുക്ക് 100 കിലോമീറ്റർ കവർ ചെയ്യാൻ 6 മണിക്കൂറാണ് മാക്സിമം വേണ്ടത് എനിക്ക് 100 കിലോമീറ്റർ കവർ ചെയ്യാൻ. പക്ഷേ മഴയുള്ള കാരണം അത് 7-8 മണിക്കൂറായി മാറാം. ഇപ്പോൾ സമയം ഒരു 12:15. 1 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 6 മണിക്ക് മുന്നേ ശ്രീനഗറിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. അല്ലെങ്കിൽ ഇന്ന് രാത്രി കുടുങ്ങും. എന്തായാലും നോക്കി നോക്കാം. ഫുഡ് കഴിച്ചു, വെള്ളം കുടിക്കാൻ പറ്റണില്ല ചേട്ടാ, തണവ് കാരണം. आपका नाम बोलो ब्लॉग में. ഹായ് പോലോ, ഹായ്. അവന് സമ്മാനം വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കാരണം കേട്ടാ. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്. എൻ്റെ അമ്മേ, ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് കേട്ടോ വെള്ളം, രക്ഷയില്ല. സോ കുറച്ചുകൂടി മിഠായി കഴിച്ചിട്ട് പോകാം, ഫ്രീ കിട്ടണമെന്നല്ലേ. इवरने 100 किलोमीटर ഉണ്ട്. भैया इधर से श्रीनगर कितना किलोमीटर है? 100 किलोमीटर. अच्छा रोड है, रोड क्लाइंब नहीं है? ഓക്കെ ठीक है. സോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ഈ സാധനം കഴിക്കാം ഗൈസ്. അടുത്ത് എപ്പോഴാണ് കിട്ടാമെന്നറിയില്ലല്ലോ. ഇന്നലെ പറഞ്ഞതുപോലെ സമയം, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ഇതിട്ടുണ്ടാവുക. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 1 മണി കേട്ടോ, രാത്രി 6 മണിക്ക് മുന്നേ നമുക്ക് അവിടെ എത്തണം. പറ്റിയില്ലെങ്കിൽ റൂം എടുക്കാം കേട്ടോ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇതും കഴിച്ചിട്ട് ഓക്കെ. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട്, അപകട മേഖല കേട്ടോ. ഓ, മഴ വീണ്ടും തുടങ്ങി, ലാൻഡ് സ്ലൈഡ് ഉള്ള കാരണം. സോ 5 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടണലെത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നാണ്. ഇപ്പോൾ സമയം വരുന്നത് 1 മണി കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സ് കണ്ടോ നോക്കിയേ. സോ കൈ ഉള്ളിലേക്ക് വിട്ടു അവർ. ലൊക്കേഷൻ 9 ഡിഗ്രി കേട്ടോ. 9 ഇപ്പോഴത്തെ കാലാവസ്ഥ വരുന്നത്. ക്ലൗഡിയാണ്, മഴ പറയുന്നില്ല. സോ നോക്കി നോക്കാം. ടണൽ കയറി കഴിഞ്ഞൊരു സമാധാനമായിന്നാണ് പറഞ്ഞേ. കൈ മരവിക്കുക, അതാണ് പ്രശ്നം. ഹാഫ് ഗ്ലൗസ് ആയതുകൊണ്ട്. ഇപ്പുറത്തെ സൈഡ് കണ്ട ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് അവിടെ ഒരു ഇതായി മാറിയിട്ടാ ഈ സൈഡിൽ നോക്കിയേ. ഭാവി മേലത്തെ വീടുകൾ നിങ്ങൾക്ക് കാണാനുണ്ടോ? അവിടേക്കൊക്കെ എങ്ങനെയാ പോവാ? हाय, थैंक यू. कहाँ से हो? केरला. केरला? हाँ केरला के ज्यादा रूट करते हैं. केरला श्रीनगर आते हैं बड़े. हाँ साइकिल से आते ना. हाँ ഗൈസ്, കയ്യും കാലും മരവിച്ചുട്ടാ, ഒരു വികാരമില്ല. കയ്യും കാലും അറിയണില്ല. बारिश लग गई. हाँ पूरा फ्रीज हो गया. पूरा हाथ लेग पूरा फ्रीज. होने हाँ श्रीनगर जा रहा. कितना किलोमीटर इधर से? 90 किलोमीटर. हाँ 90 मतलब 90. ओ बस ठीक है. अरे കയ്യും കാലൊക്കെ മരവിച്ച് മോനെ.
ഞാൻ ഷൂ ഊരിട്ടാ. ഷൂരി അല്ലാണ്ട് പറ്റുന്നില്ല ഗൈസ്. മോനെ ഗൈസ് കാലിമത് വെള്ളമൊക്കെ പോയിട്ടാ. നോക്കിയേ ഷൂവിൻ്റെ കളറേ ശരിക്കുള്ള കളറായി. വെള്ളമൊക്കെ പോയിട്ട് ഐസ് കയ്യിപ്പോൾ ഒന്നുകൂടി ഫ്ലെക്സിബിളായി. നേരത്തെ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞാൻ വിചാരിച്ചു പണി പാളുന്നു. ഇപ്പോഴാണെന്ന് ഇതായത്. നമുക്ക് ഇനി 5 മിനിറ്റ് കൂടുമ്പോഴേ അങ്ങനത്തെ സ്ഥലത്തിരിക്കാം കേട്ടാ. 2 മിനിറ്റ് ഇരുന്നാൽ മതി. ഇപ്പോൾ ബനിഹാൾ എന്ന് പറഞ്ഞാൽ ടൗണെത്തി. ബനിഹാൾ ആ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങോട്ടാണ് തോന്നുന്നുണ്ട് ടൗൺ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കിയേ ഐസ്മല, മേലെ ഐസ്മല. ഈ സ്ഥലത്ത് ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ക്യാമറ കാട്ടാനിപ്പോൾ എനിക്ക് പോയിക്കുക. കൊള്ളാം. എന്തിനാ അങ്ങോട്ട് നോക്കണം ഐസ്മല. നോക്കിയേ മോനെ ഐസ്മല കണ്ടു തുടങ്ങി. ഇന്നലെയൊക്കെ ഭയങ്കര ദൂരത്തായിരുന്നു കേട്ടോ. ഫോണിൽ സൂം ചെയ്തിട്ട് വരെ ഐസ്മല കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കൺമുന്നിൽ കാണാം. അത് അടുത്തടുത്ത് കൈ കൊണ്ട് തൊടാം. ഓ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ. ഓ നല്ല ഹൈവേ ആണല്ലോ. കന്യാകുമാരി ശ്രീനഗർ ഹൈവേ കേട്ടോ ഇത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഗൈസ് ഞാൻ ചെറിയൊരു റൂം എടുത്തു കേട്ടാ. 400 രൂപയ്ക്ക് ഒരു റൂം എടുത്തു. സമയം 3 മണി ആയിട്ടുള്ളൂ കേട്ടോ. ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചു. കൈ ഭയങ്കരമായിട്ട് മരവിക്കണ്. സോ ചെറിയൊരു റൂം കേട്ടോ. 400 രൂപയ്ക്ക് 200 രൂപയ്ക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് 400 രൂപ എന്ന് പറഞ്ഞിട്ടോ. 400 രൂപ പിന്നെ പോട്ടേന്ന് വെച്ചു. 1000 രൂപയ്ക്ക് റൂം എടുക്കണേക്കാട്ടും ഭേദമല്ലേ. സോ 400 രൂപയ്ക്ക് റൂം എടുത്തു. ഇതാണ് റൂം വരുന്നത്. നമ്മുടെ ഇത് സ്ലീപ്പിംഗ് ബാഗിലാണ് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊന്നും പട്ടിക്ക് കുറച്ച് വെള്ളം ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പട്ടി പറയും എനിക്ക് ഇവിടെ വെച്ച് വെള്ളം വേണ്ടാന്ന് പറയും കേട്ടോ. അതാണ് അവസ്ഥ ഇവിടുത്തെ. സോ ഞാൻ 2 താറാവിൻ്റെ മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. താറാവിൻ്റെ മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് രാത്രി എത്താൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇവിടുന്ന് കൃത്യം 80 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ലൊക്കേഷനിലേക്ക് കേട്ടോ, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക്. സോ വെയിറ്റിംഗ്. നാളെ രാത്രി പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ. 15-ാം തീയതി തീരുന്നതാണ് പ്രവചനം കേട്ടോ. മഴ 15-ാം തീയതി മഴ നിൽക്കുന്നതാണ് പ്രവചനം. അറിയില്ല. സോ 15-ാം തീയതി ഇന്നാണ് 15-ാം തീയതി. 15-ാം തീയതി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. സോ മുട്ട പുഴുങ്ങുന്നു, സിനിമ കാണുന്നു, കിടന്നുറങ്ങുന്നു, എഡിറ്റ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. നാളെ കാലത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഡ്രസ്സ് മാറൽ കുളിക്കൽ ഒരു പരിപാടിയില്ല കേട്ടോ ഇവിടെ. ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി 4 കെട്ടുള്ള റൂം മാത്രം. സൂപ്പർ എക്സൈറ്റഡ്. നോക്കാം. രാത്രി ഞാൻ ഈ സാധനം എടുത്ത് വെച്ചു കേട്ടോ. അല്ലാണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാട്ടില്ല. ഇതിങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയേട്ടാ. ഈ സാധനം ബെഡ്ഷീറ്റ് പോലെ വിരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വാമായിട്ട് നിൽക്കൂട്ടാ. മറ്റേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ആ സാധനം 3 ഡിഗ്രി ആയി തുടങ്ങിയിട്ടാ. മൈനസ് അല്ല 3 ഡിഗ്രി ആയി തുടങ്ങി. വെറും 3.